എനിക്കൊരു അനിയത്തിയുണ്ട്, അതിനെന്താന്നല്ല. ഇന്നലെ അവളെ ബർത്ത്ഡേ 20ാമത്തെ വയസ്സിന് 20 സർപ്രൈസ് തരണമെന്ന് ചങ്ങായിമാരോടൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാം. പക്ഷേങ്കിൽ ഇവർക്ക് എന്ത് കൊടുത്താലും സർപ്രൈസ് ആവാന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം കേക്കിനോടോ മുട്ടായിനോടോ ഒരു താല്പര്യം കാണിക്കാത്ത ആളാണ് ഇവൾ. ഞാൻ പുറക്കേക്ക് ഫ്ലവേഴ്സ് കൊണ്ടുവരും, ഇവളടക്ക് നോക്കി ഞാൻ നിൽക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫസ്റ്റ് ഫ്ലവേഴ്സ് വാങ്ങാൻ. അങ്ങനെ ആടെ പോയി. ഇത് വാങ്ങിച്ചോളെ സർപ്രൈസ് ആവോ ഇല്ലെങ്കിൽ വേറെന്താ വാങ്ങിക്കരുന്നുള്ള ചിന്തയിലാണ് ഞാൻ. അങ്ങനെ അതേതായാലും വാങ്ങി. അടുത്തതൊരു ഡ്രസ്സ് വാങ്ങിക്കാന്നില്ല മാളിലേക്ക് പോയി. 9:30 ആയതുകൊണ്ട് മാളൊന്നും തുറന്നിട്ടില്ല. ഇവിടെ ഒന്നും നേരം വെളുത്തിട്ടില്ല. കുഴപ്പമില്ല, കുറച്ച് സമയം അവിടെ കാത്തിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലും കയറി കുറച്ച് സമയം കാത്തിരുന്നു. പിന്നെ കുറച്ച് ചിന്തിച്ചിട്ടാണോ ഓക്ക് പാവനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. കുറേ പാവ വാങ്ങിച്ചുകൊണ്ടിരും, എന്നിട്ട് അതിലിങ്ങനെ വെറുതെ മൈൻഡാക്കാണ്ട് അവിടെ കൊണ്ടിടും. അവളാണെങ്കിൽ അത് ഉപയോഗിക്കൂല്ല, ആർക്കും കൊടുക്കൂല്ല. ഇത് ഏകദേശം നബീലിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ? അതെ. അങ്ങനെ ഇത് ഉറപ്പിച്ച്. പിന്നെ ഇവയ്ക്ക് എസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ബുക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപയോഗിക്കുകയാണെന്നല്ലെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചു കൂടുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും വാങ്ങിക്കാം. പിന്നെ ശീലവ് പോയി ഒരു ഡ്രസ്സ് നോക്കി. ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ ഇടലേ ഇല്ല, പക്ഷേ എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്കും കൂടി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി എടുത്ത്. അങ്ങനെ യൂണിക്കോൺ ബേക്സ് എന്നൊരു കേക്കും വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോയി. ഇതൊക്കെ ഇഷ്ടമാവോ, ഓൾ സർപ്രൈസ് ആവോ എന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഞാൻ നബീലും പുറത്തേക്ക് പോയത്. പക്ഷെ പഠിച്ചാൽ സഹായിച്ചിട്ട് ഓക്കതെല്ലാം ഇഷ്ടമായി. ഓൾ സർപ്രൈസായി, അൽഹംദുലില്ലാ. ബർത്ത്ഡേസ് ഒക്കെ ആഘോഷിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇഷ്ടമില്ല, ഓർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഓരോ മുഖത്ത് കാണുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു പാങ്ങാണ്. അപ്പോൾ സർപ്രൈസ് ആണോ? സോ ദിസ് ഇസ് എ റിമൈൻഡർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഓർ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുക. അതിന് ബർത്ത്ഡേ വരെ കാത്തിക്കണമെന്നൊന്നുമില്ല. ബൈ.